ചോദിക്കാറുണ്ട്. ഇതെന്റെ അനിയനാണ്, ഇതെന്റെ ചേട്ടനാട്ടോ. നമ്മൾ പറഞ്ഞുതരാം ക്യാമറയും. അപ്പൊ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങാന്ന് വിചാരിച്ചു. ഓക്കെ, ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2000 years later. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അല്ലേ. നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ. നമ്മളിപ്പോ 2 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. നമ്മൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് എന്നും വീഡിയോ ഇടാൻ, ഷോർട്സ് മെയിനായിട്ട് ഷോർട്സ് ഇടാനായിട്ട് തുടങ്ങിയത്. അപ്പം ഒരു ലെങ്തി വീഡിയോ ആദ്യമായിട്ടാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അല്ലെങ്കിൽ നമ്മുടെ റീൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റപ്പും ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം. കാരണം ഇത് നമ്മളെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മളിങ്ങനെ അതെ ഡാൻസ് ഇപ്പം തന്നെ ഇതിപ്പോ എത്രാമത്തെ എനിക്കറിയാൻ വയ്യ. അപ്പൊ നിങ്ങൾ അങ്ങനെ കാണുക അല്ലേ, തെറ്റുകളൊക്കെ ക്ഷമിക്കുക. അപ്പൊ ഇനി പുതിയൊരു ഇന്ന് വരുന്ന വീഡിയോസിൽ നമ്മളെല്ലാ ഇതും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഇവിടുന്നാണ് നമ്മുടെ ഫസ്റ്റ് ടിക്ടോക്ക് തുടങ്ങുന്നത്. എല്ലാം നമ്മൾ എടുക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. നിങ്ങളൊക്കെ തന്നെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിപ്പിടി ഇല്ലേ. അതാ നമ്മുടെ കയ്യിലിരുന്ന ഫോണൊക്കെ വെച്ചാൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു വീഡിയോ കാണത്തില്ല, കാരണം ഇവിടെ റൂഫ് ഇടാൻ പോവാണ്. വീട്ടുകാർ റൂഫ് ഇടുന്നതുകൊണ്ടാണ് ഇതിന്റെ സാധനമൊക്കെ ഇവിടെ ഇറക്കി വെച്ചേക്കുക. അപ്പൊ ഇനി ഒരു വീഡിയോ ഇവിടുന്ന് കാണത്തില്ല, നമ്മൾ ഇനി വീഡിയോ ഒക്കെ പുറത്തായിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ നമുക്ക് ഇൻസ്റ്റയിൽ തന്ന സപ്പോർട്ട് അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ നമ്മൾ തരണം ഇല്ലേ. അത്രേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ വീട്ടിന്റെ ടെറസിലാട്ടോ. ഇത് ഒരുപാട് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ഇത് പാലമാണോ, അത് റോഡാണോ? ഇത് പാലമല്ല, ഇത് ടെറസാണ്. പാലമല്ല, നമ്മുടെ വീടിന്റെ ടെറസാണ്. താഴോട്ട് കാണിക്കാണ്ടോ, ഇത് നമ്മുടെ വീടിന്റെ ടെറസാണ്. പിന്നെ നമ്മളെപ്പറ്റി പരിചയപ്പെടുത്താൻ മറന്നുപോയല്ലോ. ശരി, ഒരുപാട് പേര് ചോദിക്കുന്നു നമ്മൾ കൂട്ടുകാരാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതെന്റെ അനിയനാണ്, ഇതെന്റെ ചേട്ടനാട്ടോ. ആക്ച്വലി 1 വയസ്സിന് ഡിഫറൻസ്, എന്നാലും ചേട്ടൻ തന്നെയാണ്. ഞാൻ ചേട്ടാന്നൊന്നും വിളിക്കാറില്ല, അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അതെ. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം. നമ്മൾ വീഡിയോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ, റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പം മണിഞ്ഞ കേട്ടോ. നേരത്തെ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് മൊത്തം വെള്ളം കുത്തി നിൽക്കുകയാണ്. അതൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ റോഡും വീഴുന്നു, സമാധിയാവും. അപ്പൊ ഇവിടാണ് നമ്മൾ വീഡിയോ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ. ഇത് ഒരു ഇംപെക്സിന്റെ തണ്ടർ T3 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അടിപൊളിയാണ്. ഇത് വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രീൻ. ഇത് ഒരു ബ്ലാക്ക് സ്ക്രീൻ ഉണ്ട്, ഒരു ഗ്രീൻ സ്ക്രീൻ ഉണ്ട്, ഒരു വൈറ്റും കൂടി ഉണ്ട്. നമ്മൾ ഊരി വെച്ചാൽ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് 4000 3000 അത്രേ ആവത്തുള്ളൂ റേറ്റ്. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൈപോഡ്. ഇത് ഡിജിടെക്കിന്റെ DTR 550 LW എന്ന് പറയുന്ന ഒരു മോഡലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാണ്. 1500 രൂപ സംതിങ് റേറ്റ് വരുന്നുള്ളൂ. ബട്ട് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് അല്ലേ, സൂപ്പറാണ്. നല്ല ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിലോട്ട് ഇക്കടാ. ഓക്കെ, നമുക്ക് കണ്ടേ ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്നും ഹൈറ്റ് കൂട്ടാൻ കണ്ട. അങ്ങനെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. പിന്നെ ഈ ഒരു എക്സ്ട്രാ മൗണ്ടും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊരു 150 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ നമ്മളെ ഫോണും നമുക്ക് ഇവിടെ ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റും. അത് വെർട്ടിക്കലിലും അത് ഹൊറിസോണ്ടലിലും തന്നെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു റിംഗ് ലൈറ്റ് ആയത് കേട്ടോ. ഇതുണ്ട്, ഇതൊരു സാധാ ഒരു ബൾബിന്റെ ബൾബാ. ഇങ്ങനെയൊക്കെ ലൈറ്റ് ഇട്ടാ സ്വിച്ചിട്ടെ വേണ്ടാ, ഇത്ര ഉള്ളതാ. റിംഗ് ലൈറ്റ് ഇങ്ങോട്ട് എന്തിന് റിംഗ് ലൈറ്റ് ഓക്കെ വേണ്ട, അത്യാവശ്യം വെട്ടാക്കുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴയാണ്, നടക്കൂലൊന്നും അറിയത്തില്ല. ക്യാമറ എടുത്തിട്ടുണ്ട്, ട്രൈപോഡ് എടുത്തിട്ടുണ്ട്, ബാക്കിൽ ഫുൾ സെറ്റാണ്. ബട്ട് നല്ല മഴ. നടക്കുമെന്നല്ലോ, നടക്കും. പോയി പട്ടിയെ കാണാൻ നമ്മുടെ ഗ്രൗണ്ട്. ഇവിടെ നിന്നാണ് നമ്മളെ
എപ്പോഴും വീഡിയോ എടുക്കാറ്. അപ്പൊ അങ്ങോട്ട് കയറാനായിട്ട് പോയി. ഈ സ്ഥലം മെനിങ്ങനൊന്നും പടിയിടിച്ചില്ലേ. ഇവിടെ എപ്പം വന്നാലും ഇതിന്റെ അടി ഇവിടെ തട്ടാറുണ്ട്. കാരണം വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ്. വൈപ്പർ കരയുന്ന ചോറ് വാങ്ങിച്ചു കൊടുത്തില്ലേ വൈപ്പറിന്? ഫലിതം. അപ്പോ നമ്മള് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ക്യാമാണിത്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാം ഏതാണെന്ന് കാണിച്ചു തരാം. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാം കനോൺ 200D മോഡലാണ്. ഇതിപ്പോ ഔട്ട്ഡേറ്റഡ് ആണ്. ഇതിപ്പോ അവർ നിർത്തി. ഇതിന്റെ കനോൺ 200D Mark II എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പൊ അവർ ഇറക്കണത്. ഇത് ഫസ്റ്റ് ഇറങ്ങിയ ഒരു വേരിയന്റ് ആണ് കനോൺ 200. നമ്മളിപ്പോ എത്ര വർഷമായി? ഒരു 2-3 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ നമുക്ക് വാങ്ങിച്ചിടയ്ക്ക് ഇതിന്റെ ഒരു ചാർജർ മാത്രമാണ് അല്ലേ, ചാർജർ കംപ്ലൈന്റ് ആയി. അതവർ റീപ്ലേസ് ചെയ്ത് തന്നു. എന്തോ ഡിഫക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയണത് ഇതിന്റെ കൂടെ ഒരു പാക്ക് ആയിട്ട് വന്നതാണ്. ഇതൊരു വൈഡ് ലെൻസും ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു കിറ്റ് ലെൻസും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി 50,000 രൂപയ്ക്കായിരുന്നു ഇല്ലേ നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ കൊല്ലത്തുനിന്ന് കനോണിന്റെ ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. ഇത് അത്യാവശ്യം നല്ല ലെൻസാണ്, വൈഡ് ലെൻസാണ്. വൈഡ് ലെൻസ് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. ദൂരെ നിന്നിട്ട് ഒരുപാട് നമ്മൾ ഫോക്കസിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഈ ലെൻസിന്. അതുകൊണ്ട് നമ്മളൊരു പുതിയ ലെൻസ് വാങ്ങിയായിരുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ കനോണിന്റെ 50mm ലെൻസ്. അടിപൊളി ലെൻസാണ്. 1.8 അപ്രോച്ചിൽ വരുന്ന നല്ല ബൊക്കെ എഫക്റ്റ് കിട്ടും, നല്ല ബ്യൂട്ടി കിട്ടും. അടിപൊളി ലെൻസാണ്. അപ്പം ഇതിന്റെ വില ഏതാണ്ട് 10,000-9,000 അടുപ്പിച്ച് ഇതിന്റെ വില വരുന്നുണ്ട്. അടിപൊളി ലെൻസാണ്. അപ്പം ഇതാണ് നമ്മുടെ ക്യാമറ സെറ്റപ്പുകളൊക്കെ. കനോൺ 200D, അതിന്റെ കൂടെ ഒരു വൈഡ് ലെൻസ്, ഒരു കിറ്റ് ലെൻസ്. പിന്നെ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ലെൻസിലാണ്. അപ്പൊ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും എല്ലാവർക്കും. ഈ 50mm എല്ലാവർക്കും അറിയാം, എന്നാലും അടിപൊളി ലെൻസാണ്. സൂപ്പർ, നല്ല ഔട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഒരു പോരായ്മയെന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. നമുക്കിപ്പോ ബാറ്ററി ബാക്കപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഒരു എന്നും ഡെയിലി കുത്തിയിടേണ്ട ഒരു അവസ്ഥ വരും. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇതിന്റെ സ്ക്രീനൊക്കെ ഫ്ലിപ്പ് സ്ക്രീനാണ്, കണ്ടില്ലേ? അത് നല്ല യൂസ്ഫുൾ ആണ്. ഫുൾ ടച്ച് ആണ്, വൈഫൈ കണക്റ്റഡ് ആണ്, അടിപൊളിയാണ്. വേറെ പിന്നെ മൈക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കനോൺ 200D നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ റീൽസിന്റെ ക്യാമറ സെറ്റപ്സ്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്താണ് നമ്മൾ എല്ലാ വീഡിയോസും എടുക്കാറ്. 2 hours later. Tomorrow. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇന്നലെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഷോർട്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റയില്. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ ആൻഡ് ലവ് യു ഓൾ. അപ്പോൾ ഇനി പുതിയൊരു കീപ് സപ്പോർട്ടിങ് മീ. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.